ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ CBSE എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സംഭവം നടക്കുന്ന കേരളത്തിലല്ല, അങ്ങ് MP-യിലാണ്, മധ്യപ്രദേശ് ഡാർജിലിംഗിലാണ് നടക്കുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥി 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ വയറുവേദന വന്നത് കാരണം ശുചിമുറിയിൽ പോയി ബാത്റൂമിൽ പോയി ഏറെ നേരം കാണാഞ്ഞപ്പോൾ അധ്യാപകരും മറ്റാൾക്കാരും അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ കാണുന്നത് ശുചിമുറിയിൽ ഈ പെൺകുട്ടി പ്രസവിച്ചു കിടക്കുന്നതാണ്. അതായത് ഒരു ബേബി ബോയിനെ ഈ പെൺകുട്ടി ഡെലിവറായി കിടക്കുന്നതാണ്. ഇതെങ്ങനെ സംഭവിച്ചു, എവിടെ സംഭവിച്ചു, ഒരു പേരൻസിന് പോലും അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സിന് പോലും അറിവില്ലായിരുന്നു ഈ കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാനൊക്കെ ഡെലിവറായപ്പം ഞാൻ കിടന്ന് ആലോചിക്കാത്തുള്ള ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ പലരും കണ്ടുണ്ട്. ബാത്റൂമിൽ പ്രസവിച്ചു, റബ്ബർ തോട്ടത്തിൽ പോയി പ്രസവിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസസ് ഞാൻ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യം തന്നെ ആലോചിക്കും, ഇതെന്താണ് ഇവരിങ്ങനെ അവിടെയൊക്കെ പോയി അങ്ങനെ പ്രസവിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. എനിവേ, ഇത് എന്ന് പറയുന്നത് 2024 ഈ കുട്ടിക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഒരാളുമായിട്ട് മെസ്സേജും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 2025 പുള്ളിക്കാരൻ വിവാഹ വാഗ്ദാനമൊക്കെ നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. 1 വർഷത്തോളം പീഡനം അനുഭവിച്ചുകൊണ്ടുണ്ട് ഈ കുട്ടിക്ക് പേടിയായത് കാരണം പുറത്ത് പറഞ്ഞില്ല എന്നാണ് കുട്ടി പോലീസിന് കൊടുത്ത മൊഴി. ഏതായാലും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. 1 വർഷത്തോളം 1.5 വർഷത്തോളം പീഡനത്തിനിരയായിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. കുട്ടി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ആ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ള പരിചയമുള്ള ആൾ തന്നെയാണ്. ഏതായാലും പരിചയമുള്ള ആൾ തന്നെയാണ്, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമല്ല, പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. എനിവേ, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇവൻ ഒരു റൂം എടുക്കുകയും എല്ലാ മാസവും ഇവിടേക്ക് കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വിവാഹം കഴിക്കുമല്ലോ എന്നോർത്തിട്ട് ചിലപ്പോൾ ആ കുട്ടി സമ്മതിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ 10ാം ക്ലാസ്സാണെന്ന് ഓർക്കണം, വെറും 16 വയസ്സുള്ളൊരു കുട്ടിയാണ്. അമ്മയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. എനിവേ, ഈ രണ്ട് ആൾക്കാരുടെയും ഹെൽത്ത് എന്ന് പറയുന്നത് തൃപ്തികരമാണെന്ന് ഹോസ്പിറ്റലുകാർ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇത് പോസ്കോ കേസ് എടുത്തിട്ടുമുണ്ട്. ആളെ ഇപ്പോൾ തപ്പിപ്പിടിച്ചിട്ടുണ്ടിരിക്കുകയാണ്, അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ ഭാവി എന്താകുമെന്ന് നമുക്കറിയത്തില്ല. ബിക്കോസ് ഓൾറെഡി ഒരു കുഞ്ഞ് ജനിച്ചു, 10ാം ക്ലാസ്സിലായപ്പോഴേ ഒരു അമ്മയായി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടി. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മാക്സിമം നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കുക, അവർക്ക് വരുന്ന ചേഞ്ചസ് ഒക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ ബിസി വിത്ത് യുവർ വർക്ക്സും കാര്യങ്ങളും ആയിരിക്കും, എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നതെന്ന്. എനിവേ, സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.